വീണ്ടും വിദ്വേഷ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിൽ ആളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണമെന്നത് ദുരവസ്ഥയാണ്. മുസ്ലിം ലീഗ് രാജ്യത്തെ വിഭജനത്തിന്റെ സന്തതിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമായിക്കൊണ്ടിരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് എന്ത് പറ്റി? കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രസക്തമായി. ഏറ്റവും നല്ലൊരു പാർട്ടിയും ഒരു കാലത്ത് ജനങ്ങളെ വളർത്താനും ഉയർത്താനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനും ആർ ശങ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാർ നയിച്ചുകൊണ്ടിരുന്ന ആ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്? മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷ്മണരേഖ മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും മോഷണമുണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ഈഴവനെ വളരാനും വളർത്താനും അനുവദിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈ സ്വർണ്ണപ്പാളി അമ്പലത്തിലെ മോഷണം ഒന്നാണ്. അത് ഈ അമ്പലത്തിൽ മാത്രമാണ്, കേരളത്തിലുള്ള എല്ലാ അമ്പലത്തിലും മോഷണമാണ്. ഇതെല്ലാം അന്വേഷിക്കണം. സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ശക്തമായ നടപടിക്ക്, ഹൈക്കോടതി തീരുമാനിച്ചത്. എന്നിട്ടും അസംബ്ലി കിടന്ന് അടിപൊളി നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇപ്പൊ പറയുന്നത് എന്താണ്? ആ രാജ്യമെന്നാണ് പറയുന്നത് ദേവസ്വം മന്ത്രി. ആ ദേവസ്വം മന്ത്രി ആരാണ്? ഈഴവനാണ്. എന്നും ഈഴവൻ രക്ഷപ്പെടാൻ ഒരു കാരണവശാലും ഇവർ സമ്മതിക്കാറുണ്ട്. ആർഷങ്ങൾ തകർത്താര ഈഴവനായ ഏത് പാർട്ടി വേണമെന്ന് വന്നാലും ഉടനെ വീരാൻ സമ്മതിക്കില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.